ഒരു വർഷം BJP PR മാനേജ്മെന്റിന് വേണ്ടി ചെലവഴിക്കുന്ന തുക എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 1200 കോടി രൂപയാണ് ഒരു വർഷം PR മാനേജ്മെന്റിന് വേണ്ടി മാത്രം NDA സർക്കാർ ഈ രാജ്യത്ത് ചെലവഴിക്കുന്നത്. അതിൽ 43% ഏകദേശം 60 കോടി രൂപ ആർക്കാ നൽകുന്നറിയാമോ? ദിനപത്രങ്ങൾക്ക്, ചാനലുകൾക്ക് വേറെ. 600 കോടി രൂപ ഈ രാജ്യത്തെ ദിനപത്രങ്ങൾക്കായി PR മാനേജ്മെന്റിന് വേണ്ടി BJP നൽകുന്നു. അപ്പോ നമ്മൾ പറയും ഈ പത്രങ്ങളൊക്കെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഉണ്ടെന്നേ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കേരളത്തിലുള്ള പോലെയല്ല, ഉത്തരേന്ത്യയിലെ അവസ്ഥ എൻറ്റോർലി ഡിഫറന്റ് ആണ്. നമ്മൾ ഇവിടെ പറയുന്ന മോദി വിരുദ്ധതയെ ഒന്നും തന്നെ ഒരു തരത്തിലും ഈ ഉത്തരേന്ത്യയിൽ ഒരു രീതിയിലും അഫക്ട് ചെയ്തിട്ടില്ല. അവിടെയുള്ള ജനങ്ങൾ ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒന്നുമല്ല, മോദിയാണ് വികസന നായകൻ എന്ന് തന്നെയാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ പല ഇടങ്ങളിലും നമ്മൾ ചില പോസ്റ്ററുകൾ കണ്ടു. കാരണം PM യോജന, പ്രധാനമന്ത്രി യോജന വഴി ഇത്ര സംഭവങ്ങൾ ആളുകൾക്ക് കിട്ടി, ഇത്ര വീടുകൾ കിട്ടി, അല്ലെങ്കിൽ ഇത്ര ലോണുകൾ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ക്യാമ്പയിൻ നമ്മുടെ കേരളത്തിലും കണ്ടു. ഞാൻ കേരളത്തിലും പല ഇടങ്ങളിലും ഈ പറയുന്ന പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ട്. വലിയ ഹോർഡിംഗ്സ് വെച്ചിട്ടുണ്ട് പല ഇടങ്ങളിലും. അത് ഉത്തരേന്ത്യയിൽ സജീവമായി വെച്ചിരുന്നു. അന്ന് ഒരു മാധ്യമം പോലും എന്താണ് ഇതിന്റെ വസ്തുത എന്ന് അന്വേഷിക്കാൻ തുനിങ്ങിറങ്ങിയിട്ടില്ല. പക്ഷേ ന്യൂസ് ലോണ്ടറി എന്ന് പറയുന്ന നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമം ഇതിനു വേണ്ടി എന്താണ് ഇതിലെ വസ്തുത എന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ചിറങ്ങി. എന്താണ് അവ കണ്ടെത്തിയതെന്ന് അറിയാമോ? ഇതൊരു സെറ്റ് ടേക്കാണ്. അതായത് ഈ ഹോർഡിംഗിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ പദ്ധതി വഴി ഞങ്ങൾക്ക് ഒരു വീട് കിട്ടി, ഞങ്ങളുടെ പണ്ടത്തെ വീട് ഈ ഒരു കുടിലായിരുന്നു, ഇപ്പോഴത്തെ വീട് ഇത്ര വലിയ വീടാണ്. ഇതാണ് സംഭവം. ഈ പരസ്യത്തിൽ കാണിച്ചിരിക്കുന്ന സ്ത്രീയെ അന്വേഷിച്ചു പോയി ന്യൂസ് ലോണ്ടറിയുടെ മാധ്യമ സംഘം. അവിടെ ചെന്ന് ചോദിക്കുമ്പോഴാണ്, അല്ല ഞങ്ങൾ ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നേ, ഇത് തന്നെയല്ലേ ഞങ്ങളുടെ വീട്, അതവർ ചിത്രീകരിച്ചു. അതിന്റെ തൊട്ട് പിന്നാലെ എന്താ സംഭവിച്ചെന്നറിയോ? അവർക്കെതിരെ ഇപ്പോഴും അത് ഡിഫമേഷൻ കേസ് ഉണ്ട്. എന്തിനാണ് ഡിഫമേഷൻ? അതായത് അവർ ആ വസ്തുത പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അപകീർത്തി കേസ് ഉണ്ടാവുകയാണ് മാധ്യമങ്ങൾക്കെതിരെ. ഈ രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ ഒരു ഭരണകൂടത്തിന്റെയും വക്താക്കളാകാൻ തീരുമാനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ചെറുതൊന്നും ആയിരിക്കില്ല. അത് ദ വയർ, ക്വിന്റ് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.